യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. ഞാനും പിന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, ജോയിയും പിന്നെ MLA തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ സാധാരണഗതിയിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഒരു ശക്തമായി പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും രണ്ട് വാഹനങ്ങളിൽ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ. അതേസമയത്ത് അവിടെ കൂടി അതായത് ഇവർ പുറത്തിറങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനും കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ പ്രകടനമായി ഞങ്ങൾ മെയിൻ റോഡിലെത്തി കൊണ്ടുപോയി. ഈ PM ശ്രീ വിഷയത്തിൽ ഇപ്പോഴും സർക്കാർ ഒരു തീരുമാനം പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ LDF സർക്കാരിനെതിരെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ച് PM ശ്രീ വിഷയമാണ്. ഇപ്പോൾ അവർ നിശബ്ദമായിരിക്കുകയാണ്. അത് നടത്തണം എന്നുള്ളൊരു മൂടാണ് പൊതുവെ കാണുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാശ് വാങ്ങാൻ വേണ്ടി ആ കാശ് കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഈ പുതിയ ഗവൺമെൻറ്റാണ്. പഴയ ഗവൺമെൻറ് നടപ്പിലാക്കുന്നില്ല ഞങ്ങൾ എന്നുള്ള വിവരം രണ്ടാമത് അവരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഈ തുടർച്ചയായ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിൽ ഈ അറസ്റ്റ് പിന്നെ കുറ്റം ചെയ്യാത്തവരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു പരാതിയുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. ഞാനും പിന്നെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, ജോയിയും പിന്നെ MLA തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ സാധാരണഗതിയിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഒരു ശക്തമായി പ്രതിഷേധിച്ച് നിൽക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും രണ്ട് വാഹനങ്ങളിൽ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധക്കാരുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ. അതേസമയത്ത് അവിടെ കൂടി അതായത് ഇവർ പുറത്തിറങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനും കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ പ്രകടനമായി ഞങ്ങൾ മെയിൻ റോഡിലെത്തി കൊണ്ടുപോയി. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് സുരേന്ദ്രനൊക്കെ സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പം ഞങ്ങൾ ആ രൂപത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എങ്കിലും കുറച്ച് ആൾക്കാർ വീണ്ടും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ അവരും കൂടെ പിരിഞ്ഞങ്ങ് പോകുമായിരുന്നു. അതിന് പകരം പിന്നെ ED-ക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന അവരുടെ നേരെ വാഹനം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടായി. അതിൽ പ്രശ്നം ഉണ്ടായവരെ പിടിച്ചോട്ടെ പോലീസ്. ഇപ്പോൾ ചെയ്തെന്താ, 100ഓളം വരുന്ന വീടുകളിൽ പോലീസ് റെയ്ഡ് ചെയ്തിരിക്കും. സെർച്ച് വാറണ്ട് ഇല്ലാതെയാണ് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചില വീടുകളിൽ നിന്ന് പിന്നെ ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. സമരം ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മയോ പിന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസിന് നടപടി സ്വീകരിക്കാൻ കേസ് ചാർജ് ചെയ്യാൻ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ വീടുകളിലും അവരുടെ രക്ഷകർത്താക്കളെയും അസുഖമായി കിടക്കുന്നവരെയും പ്രായം ചെന്നവരെയും ക്യാൻസർ രോഗികളായി കിടക്കുന്ന അച്ഛനമ്മമാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന നയം സ്വീകരിച്ചാൽ അത് ശക്തമായി തന്നെ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവും.